എൻ്റെ പേര് ഋഷിൽ കടപ്പവണ്ടി. ഞാൻ ശങ്കരൻ ബേക്കറിയുടെ 4ാം തലമുറയാണ്. എസ്എംസ്ട്രീറ്റിൻ്റെ പൈതൃകത്തിൻ്റെ മകനാണ് ശങ്കരൻ ബേക്കറി. അപ്പം ഞാൻ 26 വർഷമായി ഞാൻ ശങ്കരൻ ബേക്കറിൽ. എൻ്റെ കാരണന്മാരൊക്കെ എങ്ങനെയാണ് ഇത് കൊണ്ടുപോയത്, ആ രീതിയിൽ അവരും ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നത്. ഇത് ശങ്കരൻ ബേക്കറി തുടങ്ങിയ കടപ്പവണ്ടി ചന്തുകുട്ടി എന്ന ആളാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ശരിക്കും 1922 മുതലുണ്ട്. പക്ഷെ നമുക്ക് രേഖകൾ കാണിക്കാൻ എവിടെയില്ല. ശരിക്കും രേഖപ്പാട് നമുക്ക് അന്നത്തെ കാലത്തല്ലേ. അപ്പോൾ രേഖകളൊന്നും ശരിക്കും 1922 മുതൽ ശങ്കരൻ ബേക്കറി ഉണ്ട്. പക്ഷെ നമുക്ക് രേഖയിൽ കാണിക്കാൻ എവിടെയില്ല. അപ്പം അത് കടപ്പവണ്ടി ചന്തുകുട്ടി തുടങ്ങിച്ച ഒരു പ്രസ്ഥാനമാണ് ശങ്കരൻ ബേക്കറി. അത് ഇന്നും പഴമ നിലനിർത്തിക്കൊണ്ടാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം മരിക്കുന്നത് 91 മരണപ്പെടുന്നത്. 1991 മാർച്ച് 6 കടപ്പവണ്ടി ചന്തുകുട്ടി മരണപ്പെടുന്നത്. അദ്ദേഹം ശങ്കരൻ്റെ പേരിൽ തുടങ്ങിയ സ്ഥാപനമാണ്. ഏകദേശം 100 വർഷം ആവാനായി. 8 കൊല്ലം കൂടി കഴിഞ്ഞാൽ, 7 വർഷം കൂടി കഴിഞ്ഞാൽ 100ലേക്ക് കടക്കുകയാണ്. ശരിക്കും 1922 മുതൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ 100 വർഷമായി ശങ്കരൻ ബേക്കറി. പക്ഷെ നമുക്ക് എവിടെ രേഖയിൽ കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ 1933 ഞങ്ങൾ പറയുന്നത്. എൻ്റെ അച്ഛനും പാപ്പന്മാരും ഒക്കെ ഇരുന്ന സ്ഥലം. പിന്നെ അവരൊക്കെ പ്രായമായി കഴിഞ്ഞ്. അപ്പോൾ അവരൊക്കെ ഒന്ന് വിശ്രമത്തിലാണ്. അച്ഛൻ ജീവിച്ചിരിപ്പില്ല. പിന്നെ പാപ്പനുണ്ട്. മൂപ്പനെന്ന് വെച്ചാലും ഇപ്പം വിശ്രമത്തിലാണ്. അവരൊക്കെ റിട്ടയർ ഏജായി. ഈ അലുവൻ്റെ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മൈദ 2 ദിവസം മാവ് പുളിപ്പിച്ചിടും. പുളിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്തു, ഇതിൻ്റെ വേസ്റ്റേജ് ചണ്ടി കംപ്ലീറ്റ് ഒഴിവാക്കി അതിൻ്റെ പാല് മാത്രം യൂസ് ചെയ്യുള്ളൂ. ഒരു ഡ്രമ്മിൻ്റെ അകത്ത് മൈദ കുഴച്ച് വെക്കും. കുഴച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, പിറ്റേ 2 ദിവസം കഴിഞ്ഞിട്ട് മാവ് പുളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോറത്തുണി എടുത്ത് കെട്ടും. ചെമ്പിൻ്റെ ഉള്ളിൽ ഈ മുഷ് ചെമ്പുണ്ട്. ആ ചെമ്പിൻ്റെ അകത്ത് കെട്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ചണ്ടി കംപ്ലീറ്റ് ഇങ്ങനെ അരിച്ചെടുത്ത് ചണ്ടി കംപ്ലീറ്റ് മൈദയിലുള്ള ചണ്ടി വേസ്റ്റ് കംപ്ലീറ്റ് ഒഴിവാക്കും. ഈ ഒഴിവാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പാല് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ അലുവ മിക്സ് ചെയ്യുന്നത്. ഓരോന്നും ഓരോ ഫ്ലേവറാക്കി മാറ്റി ചെയ്യുക. ഇപ്പോൾ പൈനാപ്പിൾ ആഡ് ചെയ്യും. പിന്നെ മറ്റേ സ്ട്രോബെറി ആഡ് ചെയ്യും. ഓരോ ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യും. ഞങ്ങൾ അടുപ്പത്ത് ഫസ്റ്റ് ചെമ്പ് കയറ്റി കഴിഞ്ഞിട്ട് ബാക്കി പഞ്ചസാര സീറോ ആക്കി കഴിഞ്ഞിട്ട് ഇത് സെറ്റ് ചെയ്യണം. പഞ്ചസാര ഇളക്കിയിട്ട് പാവ് ആക്കി എടുക്കണം. അലുവൻ്റെ ലാസ്റ്റ് പാൽ ഒഴിച്ച് നമ്മൾ മിക്സിങ് ആക്കി ചെയ്യുക. അലുവ ടൈറ്റായി വരുന്ന സമയത്ത് ഇതിൻ്റെ പാവ് നോക്കി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പാവ് നോക്കിയിട്ടില്ലെങ്കിൽ ഇത് സാധനം ടൈറ്റാവും. ഇതിനകത്ത് തിന്നാൻ പറ്റൂല. അപ്പോൾ മൂപ്പ് കൂട്ടിയ ഹലുവ ഉണ്ട്, അടിയലുവ എന്നാണ് ആയിട്ടുണ്ട്. ആ പണ്ടുള്ള കാലത്തൊക്കെ അടിയലുവ എന്നായിട്ടുണ്ട്. അത് ഇന്നത്തെ ജനറേഷൻ ഹലുവ പറ്റൂല. എന്തൊക്കെ ഫ്ലേവറുകൾ ചേർത്തണോ അതായത് ഫ്രൂട്ട്സുകൾ ചേർത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാത്തിനും ബേസ് എന്താ വെച്ചാൽ ഇതിൻ്റെ മൈദൻ്റെ മിൽക്ക് എടുക്കുക. ഒരു അലുവ ഇറങ്ങി 45 മിനിറ്റ് കഴിയണം. ഒരു അലുവ ഇറങ്ങണമെങ്കിൽ ഒരു ചെമ്പിന് 40 കിലോ ആണ്. ഒരു ചെമ്പ് ഒരു അലുവ നമുക്ക് ചെമ്പിലാക്കി ഇറക്കുമ്പോൾ 10 കിലോ ട്രയലാക്കി ചെയ്യാം. ഇത് അലുവൻ്റെ കൂടുതൽ വെയിറ്റ് കൂട്ടാൻ പറ്റില്ല. എന്താ വെച്ചാൽ അലുവ പൊട്ടിപ്പോവും, സെൻറ്റർ പൊട്ടിക്കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 10 കിലോൻ്റെ 4 ട്രയലാക്കും. ഒരു ചെമ്പ് ഇറക്കി കഴിഞ്ഞാൽ 40 കിലോ ആണ് കണക്ക്. പണ്ടുള്ള കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ 3-4 വെറൈറ്റീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പച്ച, ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, ഇങ്ങനെ പറയുന്ന കളറുകളും ഐറ്റംസ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അവിടുന്ന് 2000-ന് ശേഷമാണ് 2000 മുതൽ നമുക്കൊരു സ്റ്റാഫ് ഉണ്ട്. നമ്മളൊരു ഈ അലുവൻ്റെ മൂപ്പൻ്റെ കൊച്ചുമോണ്ട് ഒരു അസ്ലം നല്ലോണം പറഞ്ഞിട്ട്. അവനും ഭയങ്കര ഈ അലുവനോട് ക്രേസുള്ള ആളാണ്. അവൻ ആ പണിയുടെ കാലത്ത് ഇയാളുടെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് മൊയ്തീൻ കോയ എന്ന് പറഞ്ഞ ആളാണ്. TK മൊയ്തീൻ ഖാൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമ്മണ്ട് അസ്ലം. അപ്പോൾ അസ്ലം ഞാനും കൂടി ഇരുന്ന് ഒരു ചായ കുടിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ച അസ്ലം നമുക്കൊരു മാറ്റങ്ങളൊന്നും ഇങ്ങനെ എല്ലാ കാലവും ഇങ്ങനെ പോയിട്ട് നമുക്ക് കാര്യമുണ്ടോ എന്ന രീതിയിൽ അസ്ലം പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്കൊന്ന് വെറൈറ്റി കളിച്ചു നോക്കിയാൽ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് വെറൈറ്റിയിലേക്ക് ആയി തുടങ്ങി. ഞങ്ങൾ ലാസ്റ്റ് എടുത്തത് ഓറഞ്ചിൻ്റെ അലുവ, സ്ട്രോബെറിൻ്റെ അലുവ ഇങ്ങനെ കളിച്ച് അങ്ങനെ ഞങ്ങൾ 2004 ഞങ്ങൾ ഇളനീരിൻ്റെ അലുവ ഞങ്ങൾ പ്ലാൻ ചെയ്ത് 2004 അലുവ ഹിറ്റായി. അതുപോലെ 2014 ഞങ്ങൾ പച്ചമുളകിന് ഹലുവ കൊണ്ടുവന്ന് ഞങ്ങളാണ്. പിന്നെ 2024 ഞങ്ങൾ ഒരു ഔഷധക്കൂട്ടുണ്ട്. ഒരു 10 വിധ മസാലകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ലൈറ്റാണ്. പക്ഷേ ഒന്നിനൊന്നിന് മെച്ചാണ്. പക്ഷേ വരുന്ന കസ്റ്റമേഴ്സ് തൃപ്തിയോട് കൂടിയിട്ടാണ് വാങ്ങുന്നത്. ഇന്നും ഇത് ഈ 70 വെറൈറ്റീസ് ഹൽവാസ് ഒന്ന് കൊടുത്തിട്ടും ആളുകൾ ചോദിക്കുന്നത് ഇനി വെറൈറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നത്.
കോഴിക്കോട് എന്ന് വെച്ചാൽ കോഴിക്കോട് ഹലുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന് ഒരു രുചിക്കൂട്ടാണ് ശരിക്കും ഈ കോഴിക്കോട് SM സ്ട്രീറ്റ് നമുക്ക് പറയുകയാണെങ്കിൽ സാമൂതിരി രാജാവ് അന്നത്തെ കാലത്ത് SM സ്ട്രീറ്റ് എന്ന സ്ഥലം തുറന്നു കൊടുത്തു കച്ചവട വ്യാപാരത്തിന് വേണ്ടി തുറന്നു കൊടുത്തതെന്നൊക്കെയാണ് നമുക്ക് കേട്ടറിവുള്ളൂ. മുത്തച്ഛൻ പറഞ്ഞ അറിവുകളാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ വ്യാപാരത്തിന് വേണ്ടി തുറന്നു കൊടുത്ത സ്ഥലമാണ് SM സ്ട്രീറ്റ്. അന്ന് ബ്രിട്ടീഷ് വൈസ്രോയ് നമുക്ക് സന്ദർശിക്കാൻ ഇടയുണ്ടായി. എവിടെ? SM സ്ട്രീറ്റ്. ആ സമയത്ത് അന്ന് സ്വാതന്ത്ര്യം കിട്ടിയില്ലല്ലോ, 1933 സ്വാതന്ത്ര്യം കിട്ടിയില്ല. വൈസ്രോയ് സന്ദർശിച്ച സമയത്ത് ഇത് കണ്ടപ്പോൾ ഒരു ഇറച്ചി ലുക്കാണ്. അതായത് പല കളറുകളിലും സ്വീറ്റ്, മറ്റേതാ പറയുക, പച്ച, ചുവപ്പ്, മഞ്ഞ, അങ്ങനെ പല കളറുള്ള സമയത്ത് ഇത് ശരിക്കും ഇറച്ചി മാതിരി, മീറ്റ് മാതിരിയാണ്. അങ്ങനെയാണ്. അപ്പം മൂപ്പര് അന്ന് വിശേഷിപ്പിച്ചാണ് ഇത് മധുരമുള്ള ഇറച്ചിയാണെന്നുള്ളത്. അങ്ങനെയാണ് അങ്ങനെ നിന്നാണ് യൂറോപ്യൻസ് വന്നിട്ടാണ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് ഉള്ള ആ പേര് പറയുന്നത്. പണ്ടുള്ള കാലത്ത് ഇങ്ങനെ ഇന്നത്തെ മാതിരിയല്ല. അന്നൊക്കെ ഏറ്റവും കൂടുതൽ ബേക്കറികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ശങ്കരൻ ബേക്കറി അന്നും ഇന്നും ഒരേ സ്ഥലത്ത് തന്നെയാണ്. 1933 മുതൽ അതേ സ്ഥലത്ത് തന്നെ തുടർന്ന് പോകുന്നുണ്ട്. ഇന്നിപ്പോൾ 2017 മുതൽ ഇത് വാക്കിംഗ് സ്ട്രീറ്റ് ആക്കി മാറ്റി. ഞാനൊക്കെ കുട്ടിക്കാലത്ത് കണ്ട ആളുകളല്ല ഇന്നിപ്പോൾ അവിടെ ബിസിനസ് ചെയ്യുന്നത്. എത്രയോ ആളുകൾ ഒക്കെ പുതുമക്കാർ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. ഇപ്പോൾ പഴയതുപോലെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ ബിസിനസ് നടത്തിക്കൊണ്ടുവന്ന ആൾക്കാർ. കൽപ്പക ബേക്കറി ഉണ്ട്, പിന്നെ ഓറിയൻ്റൽ ഉണ്ട്, മഹാരാജ ഉണ്ട്, ശങ്കരൻ ബേക്കറി ഉണ്ട്. SM സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഔട്ട്സൈഡേഴ്സ് വരുന്ന സ്ഥലമാണ്. 5 ലക്ഷം ആൾക്കാർ പാസ് ചെയ്യുന്നുണ്ട് ശരിക്കും SM സ്ട്രീറ്റ് കൂടെ. ഒന്ന് റെയിൽവേൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. SM-ലേക്കാണ് ആൾക്കാർ വരുന്നത്. പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരാറുണ്ട്. ഏറ്റവും കൂടുതൽ പുറം ജില്ലകളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. പക്ഷേ SM-സ്ട്രീറ്റ് ഒരു പോസിറ്റീവ് സ്ഥലമാണ്. നിങ്ങൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ നമുക്ക് എല്ലാ വിഷയങ്ങളും തീരും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് MT വാസുദേവൻ നായർ, പിന്നെ മറ്റേ വൈക്കം മുഹമ്മദ് ബഷീർ സാറ്, പിന്നെ തിക്കൊടിയൻ സാറ്, ഇവരൊക്കെ അന്നൊക്കെ മറ്റേ ഈ എഴുത്തുകാരൊക്കെ വന്ന് ഇങ്ങനെ ഒരു വൈകുന്നേരം സായാഹ്ന യാത്ര ഉണ്ട്. അന്ന് ഇങ്ങനെ കാണുന്നുള്ള SM-സ്ട്രീറ്റ് അല്ല. അന്ന് മാനേജർ സ്ക്വയറിലൊക്കെ വന്ന് ഇരുന്ന് അവർ കുറേ വൈകുന്നേരം സായാഹ്നങ്ങളൊക്കെ വന്ന് കുറേ സോറയൊക്കെ പറഞ്ഞ് അവർ പോയി ശങ്കരൻ ബേക്കറിന് ബ്രെഡ് വാങ്ങാൻ അവർ വരാറുണ്ട്. ഞാൻ 2 വർഷം പഠിക്കുന്ന സമയത്ത് 2 വർഷമാണ് കണ്ടിരിക്കുന്നത്. വന്ന് തിക്കുടൻ സാറും വൈക്കം സാറൊക്കെ വന്ന് വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓർമ്മയിൽ. പക്ഷെ അവിടെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയുള്ള നമുക്ക് സ്ഥലമാണ്. ഞാനിപ്പോൾ 26 വർഷമായി ശങ്കരൻ ബേക്കറിൽ തുറച്ചെരിഞ്ഞ് ഞാൻ നിൽക്കുന്നത്. പിന്നെ പഠിക്കുന്ന സമയത്തും വരും. ദീപാവലിയൊക്കെ സമയത്ത് ഒരു ആഘോഷമാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ലഡു കണ്ടെങ്കിൽ ശങ്കരൻ ബേക്കർ ലഡു ഇവിടുന്നിട്ട് ഈ അറ്റം വരെ ലഡു മുകളിലേക്ക് കയറ്റിട്ട് ഞാൻ ഇപ്പോഴത്തെ അകത്ത് ഒരു മല പോലെ ഞാൻ ലഡുവും മൈസൂപ്പൊക്കെ ഞാൻ കണ്ടാളാം ആ കാലഘട്ടത്തിൽ. അന്ന് അത്രയും ടെക്സ്റ്റൈൽസുകാരും ഷീട്ടുകാരും ഒക്കെ ഉള്ള സമയമാണ് ഇതൊക്കെ. അപ്പം അന്നൊക്കെ ദീപാവലി ഒരാഴ്ച സ്കൂളിൽ പോകില്ല. ഇവിടെ അന്ന് പാക്ക് ചെയ്യണോ. പിന്നെ ക്രിസ്മസ് സമയത്ത് അന്ന് അവിടെ ഹാർഡ് ഐസിങ് കേക്ക് ഉണ്ട്. പക്ഷെ ഇന്നത്തെ ജനറേഷൻ അത് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇന്നും ചോദിച്ച് പഴയ ആൾക്കാർ ഇന്ന് വരും ഹാർഡ് ഐസിങ് കേക്ക്. പക്ഷെ അതിൻ്റെ മുകളിൽ മറ്റേ പല കളറുള്ള ടിഷ്യൂ പേപ്പർ ഉണ്ടാവും. അതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഫാൻസി ആക്കിയിട്ട് ഇങ്ങനെ കവർ ചെയ്യുക സ്ഥലത്തിന് മുകളിൽ, അങ്ങനെ കേക്കിന് മുകളിൽ. എനിക്ക് ഇഷ്ടപ്പെട്ട ഹലുവ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അടിയലുവ ഉണ്ട്. അടിയൽ തിന്നാൽ പല്ല് പോകും, അമ്മാതിരി സാധനം. ഇന്നത്തെ നോക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. ചവച്ച് അന്നൊക്കെ ഞങ്ങൾ വീട്ടിലൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളിത് ഈ ഹലുവ കൊണ്ട് കൊടുക്കും. നമ്മൾക്ക് ഒരു കുട്ടിക്കാലത്ത് നമുക്കൊരു വികൃതി ഉണ്ടാവില്ലേ, ആ വികൃതിയൊക്കെ ഞാനൊക്കെ അച്ഛമ്മക്കൊക്കെ കുറച്ച് ഇതുള്ള എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ കുറച്ച് പ്രായമുള്ള ആളാണ്. അങ്ങനെ ഇത് കൊണ്ട് കുറച്ച് പല്ലുണ്ടാവില്ലോ, അവർ വെച്ച് ഇങ്ങനെ ഇട്ട് കളിക്കുന്നത് കൂട്ടി വരി. അത് നല്ല രസമാണ്, തിന്നാനും ടേസ്റ്റ്. അതാണ് അടിയലുവ എന്ന് പറയും. ശങ്കരൻ ബേക്കറിൽ എത്തിപ്പെടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഇതിപ്പോൾ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാനിവിടെ എത്തൂല, ഞാൻ എൻ്റെ മേഖലയിൽ പോവുമായിരുന്നു. പക്ഷെ ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അച്ഛൻ മരണപ്പെട്ട സമയത്ത് ആര് പീടികയിൽ പോകുന്നുള്ളൊരു വന്ന സമയത്ത് എന്നെ എല്ലാവരും കൂടി സജസ്റ്റ് ചെയ്ത പേരാണ് എൻ്റെ പേര്. ഋഷിൽ പീടികയിൽ പോട്ടെ എന്ന കട നടത്തട്ടെ എന്ന രീതിയിലാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും എൻ്റെ പേരാണ് ചൂസ് ചെയ്തത്. ഞാനവിടെ എത്തിപ്പെട്ടത് ഇന്നലെ ശങ്കരൻ്റെ ഒരു ദോഷവും വന്നിട്ടില്ല, ഓന് നശിപ്പിച്ചെന്ന് ആരും പറഞ്ഞില്ല. അതിനോട് ഇന്ന് ഉയർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഇപ്പോൾ നടത്താൻ പറ്റിയ നമ്മളൊരു ഭാഗ്യം.
കുറെ ആളുകൾ ഇപ്പം ഞാനാരും അറിയപ്പെടുന്നത് കൃഷ്ണ ശങ്കരൻ ബേക്കറി എന്ന് പറഞ്ഞിട്ടാണ്. അത് നമുക്കൊരു അനുഗ്രഹമില്ലേ. നമ്മളെന്ന് കസ്റ്റമേഴ്സിനെ ബഹുമാനിച്ചിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുവന്നു. അതിന് നമുക്ക് യാതൊരു കോട്ടം പറ്റിയിട്ടില്ല എന്ന് പറയാം ആ കാര്യത്തിൽ. പക്ഷെ അത് ഒരു കസ്റ്റമേഴ്സായിട്ട് നല്ലൊരു സൗഹൃദമാണ്. എല്ലാവരും ബിസിനസ്സിൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. സൗഹൃദത്തിന് ഭയങ്കര ഒരു വാല്യൂ ഉണ്ട്. അത് ഏതൊരു ബിസിനസ്സുകാരനും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. കസ്റ്റമർ ഉണ്ടെങ്കിലേ ഉള്ളൂ ബിസിനസ്സും ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ് നമ്മളെല്ലാവരും നല്ലതിൽ നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുത്തോണ്ട് മുന്നോട്ട് പോയാൽ എല്ലാ ബിസിനസ്സും വിജയിക്കും. സൗഹൃദങ്ങൾക്ക് ഭയങ്കര വാല്യൂ ഉണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബിസിനസ്സിൽ.